എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബിഗ് മോമും കൈഡോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പൊരിഞ്ഞ അറ്റാക്ക്. അവർക്കാണെങ്കിൽ ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളൊന്നും കാര്യമല്ല. അവർ പരസ്പരം വെല്ലുവിളിച്ച് കൊമ്പ് കോർത്തുകൊണ്ടേയിരിക്കും. ബിഗ് മോം ആണെങ്കിൽ കൈഡോയുടെ കോട്ടയിലേക്ക് വന്ന് അവനെ തന്നെ വെല്ലുവിളിച്ച് അവനോട് ഏറ്റുമുട്ടുകയാണ്. അതിനിടയ്ക്ക് രണ്ട് സോൾജേഴ്സ് അവിടേക്ക് വന്ന് കൈഡോയോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. പക്ഷെ കൈഡോ ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ അവളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ വൈകാതെ അവർ ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർന്നടിയും. അവരുടെ ഓരോ അറ്റാക്കിലും ആ ഒരു പ്രദേശത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർന്നു കൊണ്ടേയിരിക്കും. കാരണം ഏറ്റുമുട്ടുന്നത് അത് നിസ്സാരക്കാരല്ല, രണ്ട് എംപറേഴ്സ് തമ്മിലാണ്. ബിഗ് മോം ആണെങ്കിൽ അവളുടെ കൈ ചുരുട്ടി ഇപ്പൊ കൈഡോയുടെ മുഖത്തൊരൊറ്റ ഇടി. ആ ഒരു ഇടിയിൽ ഒരു സ്റ്റെപ്പ് കൈഡോ പുറകിലേക്ക് പോകും. കൺട്രോൾ പോയ കൈഡോ ആണെങ്കിൽ വീണ്ടും അവന്റെ ഫുൾ പവർ എടുത്ത് ബിഗ് മോമിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യാണ്. ചുറ്റും ഉണ്ടായിരുന്ന സോൾജേഴ്സിനാണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം പേടി തോന്നും. അവിടെ നിന്ന് അവരുടെ കഥ കഴിയുമെന്ന് മനസ്സിലാക്കി അവർ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കും. അതുകൊണ്ട് ക്വീൻ ആണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ബോസിനോട് ഒരല്പം പോലും സ്നേഹമില്ലേ? അവരോട് ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ മാറി നിൽക്കുകയാണോ? അവരാണെങ്കിൽ ക്വീനോട് ചോദിക്കും, നിങ്ങളും ആ ഫൈറ്റ് കണ്ട് പേടിച്ചല്ലേ ഇവിടേക്ക് മാറി നിൽക്കണേ? അത് കേട്ട് ക്വീനാണെങ്കിൽ ഉത്തരം പറയാനായിട്ടില്ല. ക്വീൻ ആണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാൻ നിൽക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇപ്പം ആ സെല്ലിൽ നിന്ന് ഒരു കോള് വരിക. ഓപ്പോസിറ്റ് സൈഡ് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ വാർഡൻ. ക്വീൻ ആണെങ്കിൽ വാർഡനോട് ചോദിക്കും, അവിടുത്തെ അവസ്ഥ അതിപ്പോൾ എന്താ? ഒരുപാട് സോൾജേഴ്സിനെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു, സോ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഉടനടി ഞാൻ അവിടേക്ക് വരാമെന്ന് പറയും. അതിനാ വാർഡനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ലൂഫി, പ്രിസണേഴ്സ് എല്ലാവരും ഇപ്പം അണ്ടർ കൺട്രോൾഡ് ആണ്, ഞങ്ങൾ അവരെ എല്ലാവരെയും സെല്ലിൽ അടച്ചു, നിങ്ങളിപ്പോൾ തിരക്കൂട്ടി ഇവിടേക്ക് വരണ്ട, യാതൊരു ആവശ്യമില്ല എന്ന് പറയും. അത് കേട്ട് ക്വീനാണെങ്കിൽ ഡബിൾ ഷോക്ക്. കാരണം എങ്ങനെയെങ്കിലും അവിടുന്ന് എസ്കേപ്പ് ആവാനാണ് അവൾ ആഗ്രഹിച്ചത്. പക്ഷേ അതിന് സാധിച്ചില്ല. ക്വീനാണെങ്കിൽ ഇപ്പൊ ആ വാർഡനോട് ദേഷ്യപ്പെടും. ചുറ്റും ഉണ്ടായിരുന്ന സോൾജേഴ്സിന് കാര്യം പിടികിട്ടും. അവരാണെങ്കിൽ ഉച്ചത്തില് ക്വീനെ അവിടുന്ന് പോകാനായിട്ട് പാടില്ല, അവരോടൊപ്പം നിൽക്കണമെന്ന് അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ പ്രിസൺ കാണിക്കും. ആക്ച്വലി നമ്മുടെ വയലറ്റ് പെണ്ണ് അവളുടെ കവളിൽ നിന്ന് ആ ഒരു ഡംപ്ലിങ്സ് ക്രിയേറ്റ് ചെയ്ത് ആ വാർഡൻ കൊടുത്തു. സത്യത്തിൽ ആ വാർഡൻ ബോംബ് പൊട്ടിത്തെറിച്ച് മരണത്തിന്റെ വാക്കിലെത്തിയതാണ്. അവിടെ വെച്ച് ചോപ്പർ അവന്റെ ജീവൻ തിരികെ പിടിച്ചു. അതിനുശേഷം അവനെ കെട്ടി ഒരു ഭാഗത്ത് ലോക്ക് ചെയ്ത് വെച്ചു. പക്ഷെ അവനാണെങ്കിൽ നിർത്താതെ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് ലൂഫിയാണ് വയലറ്റ് പെണ്ണിനോട് അവളുടെ നിന്ന് ക്രിയേറ്റ് ആയ ഡംപ്ലിങ്സ് അത് അവന് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അവളാണെങ്കിൽ അത് അവന് നേരെ നീട്ടും. പക്ഷെ അവൻ ഒച്ചത്തിൽ അലറുമ്പോൾ അവൾ പേടിച്ചോടും. ആ ഒരു ഡംപ്ലിങ്സ് അവളുടെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി അവന്റെ വായിലേക്ക് വീഴും. സോ അവനാണെങ്കിൽ നൈസായിട്ട് ഇപ്പോ കുഞ്ഞിപ്പെണ്ണിന്റെ അടിമയായി മാറും. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കെല്ലാം ഭയങ്കര സന്തോഷം. കാരണം ആ ഒരു വലിയ പ്രിസന്റെ ചീഫ് വാർഡനെ ഇപ്പൊ അവരുടെ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. അവനെ ഉപയോഗിച്ചാണ് പിന്നോട് ഈ പച്ചക്കള്ളങ്ങളെല്ലാം തന്നെ അവർ പറഞ്ഞു പിടിപ്പിച്ചത്. മറ്റൊരു ഭാഗത്ത് ആ കരീബു അവനാണെങ്കിൽ ആ വലിയ സ്നെയിലിനെ കൺട്രോൾ ചെയ്ത് ഇൻഫർമേഷൻ സിസ്റ്റം അത് മുഴുവനായിട്ടും തകരാറിലാക്കി. റെയ്സോ ആണെങ്കിൽ കരീബുവിനോട് താങ്ക്സ് പറയും. അതിന് കരീബു ആണെങ്കിൽ ടെററായിട്ട് ചിരിക്കുകയാണ്. കരീബു ആണെങ്കിൽ ഒരു കാര്യവും വെറുതെ ചെയ്യാറില്ല. അത് ലൂഫിക്ക് നന്നായിട്ട് അറിയാം. കരീബു റെയ്സോയോട് പറയും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നത് വലിയൊരു സഹായമാണ്, ഒരിക്കലും നിങ്ങൾ മറക്കാനായിട്ട് പാടില്ല. അതിന് റെയ്സോയും അത് മറക്കില്ല എന്ന് പറഞ്ഞ് കിന്നിനോടും ബാക്കിയുള്ള അവരുടെ ആൾക്കാരോടും ഇവിടെ നടന്ന കാര്യങ്ങൾ ഇൻഫോം ചെയ്യാൻ പറയും. മറ്റൊരു ഭാഗത്ത് ചോപ്പർ ആണെങ്കിൽ അവിടെ അഫക്റ്റഡ് ആയിരുന്ന എല്ലാവർക്കും ആന്റിഡോട്ടൊക്കെ കൊടുത്ത് അവരെല്ലാവരും നോർമലാക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എല്ലാവരും ചോപ്പറിനോട് നന്ദി പറയും. മറ്റൊരു ഭാഗത്താണെങ്കിൽ വാനോ കിണ്ടത്തിലുണ്ടായിരുന്ന പഴയ ചീഫുകൾ അവർ ഓരോരുത്തരായിട്ട് ആ പ്രിസണിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അവർക്കാണെങ്കിൽ ആ അപ്പാപ്പനെ കണ്ട് ഭയങ്കര സന്തോഷം. ലൂഫിക്കാണെങ്കിൽ ആ ചീഫുകളെ കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ട് തോന്നും. അവരുടെ ഡ്രസ്സും ഗെറ്റപ്പും ഒക്കെ കണ്ട് അവരെ കളിയാക്കുകയാണ്. അതിൽ കൺട്രോൾ പോയ ഒരു ലേഡി ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് അവന്റെ കഴുത്തിൽ കത്തിവെക്കും. അതുകൊണ്ട് അപ്പാപ്പനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് അവനൊന്നും ചെയ്യരുത്, അവനാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്, നമ്മുടെ സപ്പോർട്ടർ. അത് കേട്ട് അവനെ വെറുതെ വിടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാവരും ഇപ്പൊ ലൂഫിയോട് നന്ദി പറയും. നിങ്ങളാണ് ഞങ്ങളെ മോചിപ്പിച്ചത്, ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചത് നിങ്ങൾ കാരണമാണ്. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് എന്തെന്നില്ലാത്ത സന്തോഷം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ കിന്നിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഒരിഗഷിമയുടെ ആ ഒരു ബ്ലൂ പ്രിന്റ് അതുള്ളത് മറ്റാരുടെയും കയ്യിലല്ല, നമ്മുടെ പിങ്കിഷ് മാൻ അശ്വര ടോജിയുടെ കയ്യിലാണ്. ആക്ച്വലി ഈ ഒരു ബ്ലൂ പ്രിന്റിന് വേണ്ടിയാണ് ഫ്രാങ്കി അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അടിയിടിയും ചീത്തയും കേട്ട് കാർപെന്ററിന്റെ കൂടെ വർക്ക് ചെയ്തത്.
പക്ഷേ അത് ഓൾറെഡി നമ്മുടെ പിങ്കിഷ് മാൻ സ്വന്തമാക്കിയിരുന്നു. കിന്നാണെങ്കിൽ വീണ്ടും വീണ്ടും ആ മാപ്പിലേക്ക് നോക്കി സന്തോഷിക്കും. മാപ്പിലേക്ക് തന്നെ നോക്കി സന്തോഷചിത്തനായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം റൈസോ ആണെങ്കിൽ കിന്നിനെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം ലൂഫിയെയും അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെയും ഒക്കെ രക്ഷപ്പെടുത്തിയ കാര്യം പറയാണ്. അത് കേട്ട് കിന്ന് അവൻ ഡബിൾ ഹാപ്പി ആയിട്ട് നിൽക്കും. കിന്നാണെങ്കിൽ ലൂഫിയെ കുറിച്ചായിരിക്കും മെയിനായിട്ട് ചോദിക്കുക. അതിന് റൈസോ പറയും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവനാണ് നമ്മളെ എല്ലാവരെയും സേവ് ചെയ്തതെന്ന് പറഞ്ഞ് ലൂഫിയുടെ ചില ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ചു കൊടുക്കും. അതിനുശേഷം 3500 മേലെയുള്ള അവരുടെ വാരിയേഴ്സിന്റെ എണ്ണം കിന്നിന് പറഞ്ഞു കൊടുക്കുകയാണ്. കിന്നിനാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് അത് 10 മടങ്ങാവും. പക്ഷെ അവർക്കിപ്പോൾ ആവശ്യം ആയുധമാണ്. യുദ്ധം നടത്തണമെങ്കിൽ ഒരുപാട് ആയുധങ്ങൾ ആവശ്യമാണ്. അവരുടെ ടീമിലുള്ളവരിൽ ഭൂരിഭാഗവും വാരിയേഴ്സ് ആണ്. സോ അവർക്ക് ആവശ്യം സ്ക്വാഡുകളും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ചില വെപ്പൻസും ആണ്. സോ അത് എത്രയും വേഗം നമുക്ക് അക്യുമുലേറ്റ് ചെയ്യണമെന്ന് പറയും. ആണെങ്കിൽ ഓൾറെഡി ഗ്രാമത്തിൽ ആരും തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ കടത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ആയുധമില്ലാതെ അവരെങ്ങനെ ഫൈറ്റ് ചെയ്യും? അതിൽ കിൻ പറയും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ ഇതിന് മറ്റൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നമ്മൾ ആയുധങ്ങൾ സ്വന്തമാക്കും. ഇതിനെ കട്ട് ചെയ്ത് കവമട്സുവിനെ കാണിക്കും. കവമട്സുവിനാണെങ്കിൽ വിശ്വസുന്ദരി ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അവൾക്ക് എങ്ങനെ ആളോട് ആ കാര്യം പറയണമെന്നറിയില്ല. മറ്റൊരു ഭാഗത്ത് ആ ഒരു കള്ളൻ അവനും കവമട്സുവെ കണ്ട് അങ്ങനെ പൊട്ടിക്കരയാണ്. ആക്ച്വലി ആ ഒരു കള്ളനും കവമട്സു ആള് കൊല്ലപ്പെട്ടു എന്നാണ് കരുതിയത്. കവമട്സു ആണെങ്കിൽ ഇവിടെ വിശ്വസുന്ദരിയെ കാര്യമായിട്ടോ നോക്കും. അവൻ തിരിച്ചറിയും മറ്റാരുമല്ല, അവൻ ചെറുപ്പം മുതലേ എടുത്തു വളർത്തിയ ഓടന്റെ മകളാണ് അവൾ. അവനാണെങ്കിൽ ഓടി വന്ന് ഇപ്പോൾ അവളെ ഹഗ് ചെയ്യും. നീ ജീവിച്ചിരിപ്പുണ്ടെന്ന്, സത്യമായിട്ടും നീ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്, വീണ്ടും നിന്നെ ഇതുപോലെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല എന്ന് പറഞ്ഞ് അവനും അങ്ങനെ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കും. സുന്ദരിയാണെങ്കിൽ അവനോട് മാപ്പ് പറയും. ഐ എം സോറി, അന്ന് പേടിച്ചു പോയാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അതിനവനാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കും. ആക്ച്വലി കവമട്സു ഭക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് കറക്റ്റായിട്ട് ഭക്ഷണം കൊടുക്കും. അവളുടെ ഒരാഗ്രഹത്തിന് പോലും ആള് വിലങ്ങതടിയായി നിന്നിട്ടില്ല. അവളെ കൊണ്ട് പറ്റും പോലെ എല്ലാം ചെയ്തു കൊടുത്തു. അവളാണെങ്കിൽ വിശന്ന് വലയുന്ന കണ്ട നമ്മുടെ വിശ്വസുന്ദരി അവൾക്ക് മനസ്സിലാവും അവളാണ് അദ്ദേഹത്തിന്റെ വിശപ്പിന്റെ കാരണക്കാരിയെന്ന്. കാരണം അവളില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ എവിടേക്ക് വേണമെങ്കിലും പോയി ആവശ്യമുള്ളത് കഴിക്കാനായിട്ട് പറ്റും. സോ ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളത് ഒരു ലെറ്ററിൽ എഴുതി വെച്ച് ആളുടെ ശ്രദ്ധ തെറ്റിയ ഗ്യാപ്പിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. സോ ആണെങ്കിൽ ആ ലെറ്റർ വായിക്കും. ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഇനി എൻ്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. കവമട്സുവിനാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. കാരണം അവളൊരു ചെറിയ പെൺകുട്ടിയാണ്. അവളെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും അവളെ ഇല്ലാതാക്കും. സോ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആ ഒരു ഐലാൻഡ് മുഴുവൻ അവളെ തേടി നടക്കുകയാണ്. ക്യാപിറ്റലിലും ചിൽഡ്രൻസ് പാർക്കിലും അങ്ങനെ എല്ലായിടത്തും ആളങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കും. ആളെ കണ്ട് പലരും പേടിച്ച് പല വഴിക്ക് ഓടും. അവൾക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞലഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ ആള് ക്ഷീണിതനായി അവശനായി ഒരു ഭാഗത്ത് വീണു. അതിനുശേഷം ഇപ്പോഴാണ് ആള് അവളെ കാണുന്നത്. രണ്ടുപേരും ആ സന്തോഷത്തിൽ അങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ കള്ളനും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. അവനും അദ്ദേഹത്തെ കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് നേരെ വലിയൊരു കൊള്ളക്കൂട്ടം പാഞ്ഞടുക്കുക. ആക്ച്വലി കള്ളൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ക്വാഡുകളും അടിച്ചു മാറ്റിയിരുന്നു. അതിന് റിവഞ്ച് ചെയ്യാനാണ് അവരവിടേക്ക് എത്തിയത്. അവരെ കാണേണ്ട താമസം തവളച്ചേട്ടൻ കവമട്സുവും സോറോയും അവർ രണ്ടുപേരും ആ കള്ളനെയും വിശ്വസുന്ദരെയും ദൂരേക്ക് മാറ്റി നിർത്തി ഇപ്പൊ അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ ആ കള്ളനാണെങ്കിൽ കാര്യം വഷളാകാണെന്ന് മനസ്സിലാക്കി ഉഷാറായിട്ട് ആ സ്ക്വാഡുകളുമായിട്ട് ചാടി ഓടും. സ്ക്വാഡുകളും എടുത്ത് അങ്ങനെ ചാടി ഓടുകയാണ്. സോറോ ആണെങ്കിൽ വിളിച്ചു പറയും എന്റെ സ്ക്വാഡ് അത് തിരികെ തന്നിട്ട് നിനക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. അതിനവനാണെങ്കിൽ കവമട്സു ആയിട്ടുണ്ടായിരുന്ന ചില ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് ഓടുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.